ടൈം പാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ലണ്ടൻ ഹീത്രോ എയർപോർട്ടിൽ ഉള്ളൊരു ട്രാവൽ ഹാക്കാണ് പറയുന്നത്. അപ്പോൾ കുറേ പേർക്ക് ഇത് അറിയാമായിരിക്കുമെങ്കിലും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു ടെർമിനൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ബാക്കി ടെർമിനലിലേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അതിനെപ്പറ്റിയാണ് പറയുന്നത്. നമുക്ക് ട്യൂബ് സർവീസും ഉണ്ട്, ബസ് സർവീസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ടെർമിനലിൽ ഇറങ്ങിയാൽ ഈ ബോർഡ് നോക്കുക, ഈ ബോർഡ് ഫോളോ ചെയ്ത് പോകാം. അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ടെർമിനൽ 2, 3 and 5, 4 വയ ഫ്രീ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് ഇങ്ങനെ ടിക്കറ്റ് കൗണ്ടേഴ്സ് കാണും. അപ്പോൾ ഇങ്ങനെ ടിക്കറ്റ് കൗണ്ടേഴ്സ് കാണുമ്പോൾ നമുക്ക് ഇവിടെ വരാം. ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കാം. അതിൽ ആ പ്രിൻ്റ് എന്ന് കൊടുക്കുന്ന അവിടെ പ്രിൻ്റ് കൊടുക്കാം. പ്രിൻ്റ് കൊടുക്കുമ്പോൾ നമുക്കൊരു ടിക്കറ്റ് വരും, അത് കളക്ട് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഏത് ടെർമിനലിലേക്കാണ് പോകേണ്ടത് അവിടേക്ക് പോകാം. അതായത് നമുക്ക് അതിനെ കളക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ടിക്കറ്റ് കിട്ടും. ആ ഒരു ടിക്കറ്റ് നമുക്ക് ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുക, ഇങ്ങനെയാണ് ആ ഒരു ടിക്കറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ഫ്രീ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ആ ഒരു ടിക്കറ്റ് വരാം. നമുക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊരു ഇതിൽ നിന്നും കയറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ തിരിച്ച് നമ്മൾ ഏത് ടെർമിനലാണ് ഇറങ്ങുന്നത് അവിടെ എക്സിറ്റ് അടിക്കാനായിട്ട് ടിക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ കയറാൻ പാടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ടെർമിനൽ 2-ൽ വന്നാലും ടെർമിനൽ 3-ൽ വന്നാലും ടെർമിനൽ 4-ൽ വന്നാലും 5-ൽ വന്നാലും നിങ്ങൾക്ക് ആ ടെർമിനലിൽ നിന്ന് ബാക്കി ഏത് ടെർമിനലുകളിലേക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. അതായത് ഒന്നല്ലെങ്കിൽ H30 എന്ന് പറഞ്ഞ ബസ് ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഹീത്രോ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്യൂബ് സർവീസ് ഉണ്ടാവും, ട്രെയിൻ സർവീസ് ഉണ്ടാവും. അപ്പോൾ എല്ലാ ടെർമിനലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ടിക്കറ്റിന് ഇവരിവിടെ ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ മറ്റേ വശത്ത് ഇവർ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഉണ്ടോ? ഇപ്പോൾ ടെർമിനൽ 2 and 3-ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഒന്നല്ലെങ്കിൽ ടെർമിനൽ 4-ലേക്കും ടെർമിനൽ 5-ലേക്കും സെപ്പറേറ്റ് പോകാം. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇൻ കേസ് ഇപ്പോൾ ടെർമിനൽ 5-ലാണ് വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ട്യൂബ് കയറണം. അവിടെ നേരെ ടെർമിനൽ 2 and 3-ൽ വരും. അവിടെ നിന്ന് ചേഞ്ച് ചെയ്തിട്ട് ടെർമിനൽ 4-ലേക്ക് പോകണം. 4-ൽ വരുന്നതെന്നുണ്ടെങ്കിൽ 4-ൽ നിന്ന് 5-ലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 4-ൽ നിന്ന് 2 and 3-ലേക്ക് വരാം. 2 and 3-ൽ നിന്ന് ടെർമിനൽ 5-ലേക്ക് വരാം. അത്ര വലിയ ലോങ് ജേർണി ഒന്നുമല്ല, ജസ്റ്റ് 3 മിനിറ്റിൻ്റെ ട്രാവൽ ടൈമുള്ളൂ. അതും ജസ്റ്റ് 1 സ്റ്റോപ്പ് ചേഞ്ചിങ് ഉള്ളൂ. അപ്പോൾ ഇത് തികച്ചും ഫ്രീ ആണ്. നമ്മൾ വേറെ ടാക്സി വിളിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്.